അയ്യപ്പനെ കാണാൻ വ്രതമെടുത്ത് മണിക്കൂറുകളോളം ക്യൂ നിന്ന് ശബരിമലയിൽ എത്തുന്ന ഭക്തരുണ്ട്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്നൊക്കെ അയ്യപ്പ ഭക്തർ പോകുമ്പോൾ പറയും, ഒരുപാട് 12 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് അയ്യപ്പനെ കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത്. പക്ഷേ ചില ആളുകൾക്ക് VIP പരിഗണന, അതായത് ക്യൂവിലൊന്നും നിൽക്കണ്ട, ആളുകൾ എത്തുമ്പോൾ തന്നെ അവരെ മാറ്റിയിട്ട് അയ്യപ്പന്റെ സന്നിധാനത്തിന് മുന്നിൽ കൊണ്ട് നിർത്തി പ്രാർത്ഥിക്കുക, അവർ തൊഴുതിട്ട് അവരെ ഇവിടെ തിരിച്ചു മടക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ഒരിക്കലും ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ആരും VIP-കളും അല്ല, ആരും VVIP-കളും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ നിയമങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ ദിലീപിനെ കഴിഞ്ഞ ദിവസം ശബരിമല സന്നിധാനത്ത് അയ്യപ്പനെ കാണാനെത്തിയ ദിലീപിനെ ഭക്തരെ മാറ്റിക്കൊണ്ട് ദിലീപിന് VIP പരിഗണന നൽകിയതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഈ നീക്കം സത്യത്തിൽ ഭക്തർക്കൊരു വലിയ അനുഗ്രഹം കൂടിയല്ലേ, കാരണം എല്ലാവരും ദൈവത്തിന്റെ മുന്നിൽ ഒന്നാണ് എന്ന് ഹൈക്കോടതി കൂടി പറയുകയാണ് സർക്കാരിനോട്, അല്ലേ? തീർച്ചയായും. അതായത് ഹൈക്കോടതിയുടെ നീക്കവും ഹൈക്കോടതിയുടെ പരാമർശങ്ങളും വളരെയധികം ഗുണമുള്ളതാണ്. അല്ലെങ്കിൽ വരും തലമുറയ്ക്കൊക്കെ, അല്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ ദൈവത്തിന് മുന്നിൽ എല്ലാവരും ഒന്നാണ് എന്നുള്ള കൺസെപ്റ്റ് ഉയർത്തിപ്പിടിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിൽ ഏറെ ഗുണകരമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ദിലീപിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം വന്നത്. അവിടെ വീണ്ടും ദിലീപ് എന്നതിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ദിലീപിനെ എടുത്തിട്ട് ആക്രമിക്കാനൊക്കെ അതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശബരിമലയിൽ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ VIP പ്രോട്ടോകോൾ, അതായത് VIP പരിഗണന കൊടുത്തുകൊണ്ട് ആളുകൾക്ക് ദർശനം കൊടുക്കുന്ന ഒരു സംവിധാനം പണ്ട് മുതലേ നിലനിന്നിരുന്നു. അത് തെറ്റാണോ ശരിയാണോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കട്ടെ. പക്ഷേ ഒരു അറിയപ്പെടുന്ന നടൻ, അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, പൗരപ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി എന്നൊക്കെയുള്ള കൺസെപ്റ്റ് നമ്മുടെ കേരളത്തിലുണ്ട്. ഈ സമയത്ത് ദിലീപ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇപ്പോൾ ദിലീപൊക്കെ വരുന്ന സമയത്ത് ആ സന്നിധാനത്ത് നിന്ന് ദിലീപിനെ ആരെങ്കിലും ആക്രമിച്ചു എന്ന് കരുതുക, ഒരാൾ ആക്രമിച്ചു എന്ന് കരുതുക, ഏതെങ്കിലും ഒരു ഭക്തനോ ആരെങ്കിലും ആക്രമിച്ചു എന്ന് കരുതുക, ഈ പോലീസുകാരനെതിരെ ഈ കോടതിയുടെ നടപടി എടുക്കില്ല. പോലീസുകാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നല്ലേ കോടതി ചോദിക്കുക, അല്ലേ? ഈ കോടതി ഇത് ചോദിക്കും. കോടതി എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ, ദിലീപിനെ ഇന്നലെ അവിടെ നിന്ന് എല്ലാ ഭക്തരെയും മാറ്റിക്കൊണ്ടൊന്നുമല്ല അവിടെ ദിലീപിനെ കയറ്റിയത്. അതായത് പോലീസുകാരൻ വളരെ ചെറിയ രീതിയിൽ ദിലീപിന്റെ മുമ്പിലേക്ക് വന്ന സമയത്ത് ഒന്നങ്ങോട്ട് മാറിക്കൊടുക്കാവോ, അതായത് നേരെ തിരുമുമ്പിൽ നിന്ന് ഒരല്പസമയം സ്ഥലം കൊടുക്കാവോ എന്നുള്ള രീതിയിലാണ് അവിടെ ദിലീപിന്റെ നിൽക്കുന്ന പോലീസുകാരൻ കാണിച്ചത്. ചോദിച്ചാലും പാർത്ത ആ നിൽക്കുന്നത്, എനിക്ക് തോന്നുന്നു ദിലീപിന്റെ തൊട്ടടുത്ത് നിന്ന ഫോട്ടോയിൽ ഞാൻ കാണുന്നത് ഇത് ഇപ്പോഴിറങ്ങിയതാണ് എങ്കിൽ ഒരു അച്ഛനെയും മകനെയും തൊട്ടടുത്ത് കാണാം ഫോട്ടോയിൽ. അപ്പോ ദിലീപ് പിന്നെ VIP പരിഗണന ലഭിക്കുമ്പോൾ അവിടെ വരുന്ന ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ഒന്നാണ് പിന്നെ ശബരിമല എന്ന് പറയുന്നത്. അത് സാധാരണക്കാരന്റെ പണമാണ് അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്, ആ ക്ഷേത്രത്തിന്റെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണക്കാരൻ ഈ പമ്പയിൽ നിലയ്ക്കലിൽ ഇറങ്ങി അല്ലെങ്കിൽ പമ്പയിൽ വന്ന് അവിടെ നിന്ന് കുളിച്ച് വ്രതശുദ്ധിയോട് കൂടി മല ചവിട്ടി കയറി മണിക്കൂറുകളോളം വന്ന് നെയ്യഭിഷേകത്തിന് കാത്തു നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും ക്യൂവിൽ നിന്ന് പോകുന്ന ഒരു ഭക്തനെ നിങ്ങളൊന്ന് മാറുമെന്ന് പറയുമ്പോൾ ആ ഭക്തൻ എന്താണ് വിചാരിക്കുന്നത്? ദൈവത്തിന്റെ മുന്നിൽ ഞാനാണെങ്കിലും ഈ നിൽക്കുന്ന ദിലീപ് ആണെങ്കിലും ഒരേ ആള് തന്നെയാണ്. എന്നെ മാറ്റിക്കൊണ്ട് ദിലീപിന് തൊഴാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എന്താണ് അവിടെ ദൈവത്തിന് മുന്നിൽ ഞാനപ്പോ ചെറിയവനെ എന്നെ മാറ്റിക്കൊണ്ട് വേറൊരാൾക്ക് സ്ഥലം കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ്? ഞാനൊന്നുമല്ലാതെ ഒരു സാധാരണക്കാരനായ ഒരാളാണ്, എനിക്കൊരു പരിഗണനയും ഇല്ല. പക്ഷെ നമ്മൾ പണം കൊടുത്ത് നമ്മൾ തന്നെ ഇപ്പൊ സിനിമ കണ്ട് നമ്മൾ തന്നെ വലിയവരാക്കിയ, അതായത് നമ്മളെ പണം കൊണ്ട് വലിയ ആയവരാണ് ഈ സിനിമാ താരങ്ങളും അല്ലെങ്കിൽ മറ്റാളുകളും ഒക്കെ. ഇവർക്ക് എന്തിന് ദൈവസന്നിധിയിൽ പരിഗണന, മറ്റെവിടെയും പരിഗണന കൊടുക്കൂ, അത് ഒരു കാര്യമില്ല. പക്ഷെ ഇത്തരം ക്ഷേത്രങ്ങളിൽ നിങ്ങൾ എന്തിനാണ് പരിഗണന നൽകുക? എന്തിനാണ് ഈ VIP പരിഗണന? ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെങ്കിൽ കോടതി അത്തരം ഒരു തീരുമാനം എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നരേന്ദ്രമോദി വന്നാൽ നമ്മൾ VVIP പരിഗണന, അല്ലെ? മോദിക്കൊക്കെ VVIP പരിഗണന നൽകണം. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ശത്രുക്കൾ ഏത് സമയവും അദ്ദേഹം എവിടെ പോകുന്നു എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, ശത്രുക്കളുടെയും തീവ്രവാദ ശക്തികളുടെയും ഒക്കെ നിരീക്ഷണത്തിലുള്ള ആളാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രൊട്ടക്ഷന്റെ ആവശ്യമുണ്ട്. എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ പ്രൊട്ടക്ഷൻ നൽകും. അത് പ്രോട്ടോകോൾ അനുസരിച്ച്. രാഹുൽ ഗാന്ധി വന്നാൽ, പ്രിയങ്ക ഗാന്ധി വന്നാൽ,
സോണിയാഗാന്ധി വന്നാൽ അവർക്കൊക്കെ പ്രൊട്ടക്ഷൻ നൽകണം. കാരണം അവരുടെയൊക്കെ മുൻകാലങ്ങൾ അവരുടെ അമ്മായിയമ്മയ്ക്കും ഭർത്താവിനും ചേട്ടനും ഒക്കെ സംഭവിച്ചത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു പ്രൊട്ടക്ഷൻ. നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിൽ വരില്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരാണ്, അവർക്ക് ദൈവവിശ്വാസമൊന്നുമില്ല. എങ്കിലും ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലുമൊക്കെ തോന്നിയെന്ന് വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി എന്ന പരിഗണന അദ്ദേഹത്തിന് കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടാകാം. അപ്പോ ഈ പറയുന്ന ശത്രുക്കൾ ദിലീപിന് ഉണ്ടാവില്ലേ? ഈ സാധാരണക്കാർക്ക് ശത്രുക്കൾ ഉണ്ടാകില്ലേ? ദിലീപിന് മാത്രമാണോ ശത്രുക്കൾ ഉണ്ടാവുന്നത്? ഈ ഇത്രയും ക്യൂ നിൽക്കുന്ന ഈ സാധാരണക്കാരനെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നാലോ? ഈ പറയുന്ന സാധാരണക്കാരനെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാലോ എന്ന ചോദ്യം ചോദിച്ചല്ലോ. ഈ സാധാരണക്കാരനെ ആക്രമിക്കുന്നതായിരിക്കും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക, ദിലീപിനെ ആക്രമിക്കുന്നതായിരിക്കും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക? ഏതായാലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യും. മാധ്യമങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ശബരിമല പോലുള്ള സന്നിധാനത്ത് സാധാരണക്കാരൻ ആക്രമിക്കപ്പെട്ടാലും ദിലീപ് ആക്രമിക്കപ്പെട്ടാലും ചർച്ച ചെയ്യുന്നത് സർക്കാരിന്റെ വീഴ്ച, പോലീസിന്റെ വീഴ്ച അല്ലേ? പ്രത്യേകിച്ച് ദിലീപ് ഒരു കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. ദിലീപിനെതിരെ ആർക്കെങ്കിലും തട്ടിക്കയറാനോ എന്തെങ്കിലും കാര്യം ചോദിക്കാനോ തോന്നിക്കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ചുമതലയിലുണ്ടായിരുന്ന ഓഫീസേഴ്സിനോട് ഈ കോടതിയും ഈ സർക്കാരും തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടിയെടുക്കുമെന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കഴിഞ്ഞ അവിടെ മലയാള സിനിമയിൽ അല്ലാത്ത പുറമേ നിന്നുള്ള കുറെ ആളുകൾ വന്നു. ഈ നമ്മുടെ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നും അതുപോലെ തന്നെ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. അന്നും സുരക്ഷ ഉണ്ടായിരുന്നു. അന്ന് ഇത് മാധ്യമങ്ങളാരും ചർച്ച ചെയ്തില്ല. അന്ന് സുരക്ഷ ഉണ്ടായിരുന്നു. അന്ന് അവിടെ കൊണ്ടുപോയി തൊഴുത് അദ്ദേഹം തിരിച്ചിറങ്ങി. ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ഒരു പ്രമുഖ താരം. ഹെലികോപ്റ്ററിൽ പമ്പയിൽ അവിടെ അതിൻ്റെ അടുത്ത് വന്നിറങ്ങി, ചെറിയ ഹെലികോപ്റ്റർ. എന്നിട്ട് അവിടെ നിന്ന് കയറി പിന്നെ തൊഴുതു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തു. ഞാൻ പറയുന്നത് ശരിയാണ്. നിങ്ങൾ VVIP സംസ്കാരം എടുത്ത് കളയുകയാണെങ്കിൽ അങ്ങനെ എടുത്ത് പൂർണ്ണമായി കളയും. ഞാൻ പറയും പോലെ ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണല്ലോ ഈ വിധി പ്രസ്താവിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എത്രയധികം പോലീസുകാരും എത്രയധികം ആളുകളെ വകഞ്ഞ് മാറ്റിക്കൊണ്ട് പോട്ടെ, പോലീസുകാരോടൊപ്പം അവർ വരുന്നു. ഇവർക്ക് ക്യൂവിൽ നിന്നൂടെ? പോലീസുകാരോടൊപ്പം ഇവർ വരുന്നു. പോലീസുകാരുടെ സംരക്ഷണയിൽ ഈ ജഡ്ജിമാരും ഈ രാഷ്ട്രീയക്കാർക്കും ഈ പറയുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ക്യൂവിൽ നിൽക്കാൻ പറ്റുമോ? ഒരു IG അവിടെ സന്ദർശനത്തിന് വരുമ്പോൾ ഈ ഭക്തരെ എല്ലാം മാറ്റി IGക്കും DGPക്കും അവിടെ കയറാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ? ആര് നന്നാവണം? സ്വയം. ഈ പറയുന്ന പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും മുഖ്യമന്ത്രിയെയും നമുക്ക് വിടാം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വിടാം, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്. കാരണം ഒരുപാട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നമുക്ക് വിടാം. പക്ഷേ ഈ ബാക്കിയുള്ള ആളുകളെല്ലാം വരുന്ന സമയത്ത് ഇവർക്ക് ക്യൂവിൽ നിൽക്കാൻ ഇവരും തയ്യാറല്ല. VVIP സംസ്കാരം എന്ന് പറഞ്ഞാൽ തങ്ങളെല്ലാം ഇതിനുള്ളിൽ സുരക്ഷിതരാണ് എന്നൊരു ബോധ്യം വരും. എല്ലാ സ്ഥലത്തു നിന്നും VVIP സംസ്കാരങ്ങൾ എടുത്തു മാറ്റണം. ഈ ശബരിമലയിൽ ഒരാൾ മാത്രം പോകുമ്പോൾ അയാളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അയാൾ പോയതിൽ പ്രശ്നം, ദിലീപ് പോയതിൽ പ്രശ്നം. ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ പേര് പറയുന്നില്ല, ഒരു മലയാളത്തിലെ പ്രിയങ്കരനായ ഒരു നടൻ പോയത്. അദ്ദേഹത്തോടൊപ്പം പോലീസുകാർ അവിടെ ഇരുന്നു സന്നിധാനത്ത് നിന്ന് സെൽഫി എടുത്തു. സന്നിധാനത്ത് അദ്ദേഹത്തോടൊപ്പം പോയി. അവിടെയുള്ള അദ്ദേഹത്തെ പുറകിൽ തന്നെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പോലീസുകാർ നിരന്തരമായി സെൽഫി എടുത്തു. മാധ്യമങ്ങൾ ഇത് കണ്ടു, മാധ്യമങ്ങൾ വിവാദമാക്കിയില്ല. എന്തുകൊണ്ട്? ആ നടൻ മെനയാന്നാണത്. ആ നടൻ്റെ പേര് ഞാൻ പറയുന്നത്, എനിക്ക് വളരെ പ്രിയപ്പെട്ട നടനാണ്, വളരെ പാവമാണ് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ. ഇവിടെ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി പോയപ്പോൾ ആ വ്യക്തിയെ മാത്രം മുന്നം വിട്ടുകൊണ്ട് VVIP സംസ്കാരം എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതിനോട് ഈ ദേവസ്വം ബോർഡ് ബെഞ്ച് പെട്ടെന്ന് കേസെടുക്കുന്നു. അത് കോടതിക്ക് അധികാരമുണ്ട്, കോടതി എടുത്തോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഈ VVIP സംസ്കാരം പൂർണ്ണമായി അവസാനിപ്പിക്കണം. പൂർണ്ണമായി അവസാനിപ്പിക്കട്ടെ. ഏത് നടൻ വന്നാലും, ഏത് രാഷ്ട്രീയക്കാരൻ വന്നാലും, ഏതൊരാൾ വന്നാലും, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ വരുന്നു എന്ന് വെച്ചോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്യൂവിൽ നിൽക്കുമോ? ഈ പറയുന്ന ദേവസ്വം ബോർഡ് അന്വേഷണം ആരംഭിച്ചല്ലോ. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടെ തൊഴിയണമെങ്കിൽ ഇവർ ക്യൂവിൽ നിൽക്കുമോ? ഈ 18-ാം പടിയിൽ നിന്ന് ഈ പോലീസുകാർ മൊത്തം അവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ ചാർജുള്ള പിന്നെ IG ആയിരുന്നല്ലോ, ADGP ആണല്ലോ ശ്രീജിത്ത് സാറിന് എനിക്ക് വളരെ ബഹുമാനമാണ്. അദ്ദേഹത്തെ എന്ത് സ്ഥലം മാറ്റിയോ? അദ്ദേഹം അവിടെ തൊഴാൻ പോകുന്ന ഈ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ വരുന്നതിൻ്റെ കാര്യം നമുക്കറിയാം. അവിടെ വരുമ്പോൾ ഇവർക്ക് VIP പരിഗണന കൊടുക്കുന്നുണ്ട്. അതെന്തേ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത്?
ഇത് ഒരാൾക്കെതിരെ മാത്രം കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നിടത്താണ്. പക്ഷേ ദിലീപ് എന്നല്ല, ആര് വന്നാലും ആര് പോയാലും VVIP സംസ്കാരം പൂർണ്ണമായി അവസാനിപ്പിക്കുക. അങ്ങനെ പൂർണ്ണമായി അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും.